ഹായ് പ്യാരെ വെച്ച് വന്ന സാറാണ്. നമ്മുടെ പരീക്ഷ ഇങ്ങ് അടുത്തെത്തി. വളരെ അടിപൊളിയായിട്ട് SLC പരീക്ഷ A+ൽ കുറഞ്ഞ് നമുക്കൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. എല്ലാവരും A+ തന്നെ വാങ്ങണം എന്നുള്ളതാണ് അനസാറിന് നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അതിന് നിങ്ങൾക്ക് കഴിയും എന്ന് തന്നെ ഞാൻ ഉറപ്പ് തരികയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ കോണ്ടന്റ് വീഡിയോസും നമ്മുടെ മെഗാ മാരത്തോണിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുക. നമുക്ക് നല്ല അടിപൊളിയായിട്ട് A+ തന്നെ കരസ്ഥമാക്കണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ അധ്യയന വർഷത്തിൽ SLC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എന്ത്, ബച്പൻ കെ ബാരെ മേ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുട്ടിക്കാലത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു നോട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മൾ കുട്ടിക്കാലം അല്ലേ, ഇപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സ്കൂൾ കാലഘട്ടം, അത് +1 +2 കൂടി ആ സ്കൂൾ കാലഘട്ടം കഴിയും. അപ്പോൾ നിങ്ങൾ 5ലും 6ലും ഉണ്ടായ ആ സമയത്തുള്ള ആ എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. ഇനി ഇത് +1 +2 10ൽ ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, കുട്ടിക്കാലത്ത് നിന്ന് ഇങ്ങനെ വിദൂരത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷവും കഴിയും തോറും നിങ്ങളുടെ വയസ്സ് ഇങ്ങനെ ഉയരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തോന്നും ആ കുട്ടിക്കാലമായിരുന്നു മനോഹരം, അതിമനോഹരം, ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായിരുന്നു, ഞങ്ങൾക്ക് ഫ്രീഡം ആയിരുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓർക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കളി കളിച്ച ആളുകളൊക്കെ ഉണ്ടാവും, ടയറൊക്കെ ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ടാവും. അതേപോലെ ഇത്തരത്തിലുള്ള കളികളൊക്കെ കളിച്ച ആളുകളുണ്ടാവും, കൊട്ടി കളിച്ച ആളുകളൊക്കെ ഉണ്ടാവും. യെസ്, അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ആ ഒരു കുട്ടിക്കാലത്തെ നമുക്ക് എന്ത് ചെയ്യാം, മനോഹരമായിട്ട് മാർക്കാക്കി മാറ്റിയാലോ. അപ്പോൾ കുട്ടിക്കാലത്തെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ഇത്തരത്തിൽ എഴുതും, ബച്പൻ കാ സമാന എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം. ബച്പൻ ഖുഷി കാ സമാന ഹേ, കുട്ടിക്കാലം സന്തോഷത്തിന്റെ കാലഘട്ടമാകുന്നു. കേൽ കാ സമാന ഹേ, സന്തോഷത്തിന്റെ കാലഘട്ടം മാത്രമല്ല കളികളുടെ ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയാൻ പറ്റും. ബച്ചെ ബാരിഷ് മേ കാഗസ് കി കശ്തി സെ കേൽത്തെ ഹൈ, കുട്ടികൾ ബാരിഷ് മേ മഴയിൽ, ബാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ മക്കളെ, യെസ്, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴയാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, മഴയത്ത് കാഗസ് കി കശ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണിയാണ്. എന്ത് തോണി? കടലാസ് തോണി അല്ലേ. നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കടലാസ് തോണി ഇങ്ങനെ എന്ത് ചെയ്യും, കടലാസ് തോണിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ പേപ്പറിൽ നിന്ന്, നമ്മുടെ ബുക്കിൽ നിന്ന് പേജൊക്കെ ചെയ്തിട്ട് കടലാസ് തോണി ഉണ്ടാക്കിയാണ് എന്ത് ചെയ്യും, ഇങ്ങനെ ഒഴുക്കി വിടും ആ മഴവെള്ളത്തിലൂടെ അല്ലേ. അതേപോലെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കേൽ തേഹൈ, കടലാസ് തോണി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. മാത്രല്ല പിന്നെ പറയുന്നുണ്ട്, ബച്പൻ മേ നാനി ലംബി ലംബി കഹാനിയാം സുനാത്തി ഹേ, കുട്ടിക്കാലത്ത് മുത്തശ്ശി കഥകൾ ലംബി ലംബി അല്ലേ, നല്ല നീളമുള്ള വലിയ കഥകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞു തരാറുണ്ട്. സുനാത്തി ഹൈ എന്ന് പറഞ്ഞാൽ പറയാറുണ്ടായിരുന്നു, പറഞ്ഞു തരുമായിരുന്നു, പറയാറുണ്ടായിരുന്നു അല്ലേ, പറയാറുണ്ടായിരുന്നു നമുക്ക് പറയാം. പിന്നെ പറയുന്നുണ്ട്, യേ സമാനെ കബി ഭൂൽ നഹി സക്താ, ഈ കാലഘട്ടം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല, അത്രമേൽ വളരെ അടിപൊളിയായിട്ടുള്ള കാലഘട്ടമാണ് എന്ന് പറയാം. ബച്പൻ മേ ചിടിയ ഓർ തിത്തലി പക്കടത്തെ ഹൈ, കുട്ടിക്കാലത്ത് എന്ത് ചെയ്യാറുണ്ട്, ചിടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, പക്ഷി. അതേപോലെ തിത്തലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്തോ, മനസ്സിലാക്കിക്കോ, തിത്തലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പൂമ്പാറ്റയാണ്. അപ്പം ചിടിയ പക്ഷി ഓർ തിത്തലി പൂമ്പാറ്റയും എന്ത് ചെയ്യുന്നത്, പക്കടത്തെ ഹൈ, പിടിക്കാറുണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് എന്ത് ചെയ്യും, പൂമ്പാറ്റയെയും പക്ഷിയെയും ഒക്കെ പിടിക്കുന്ന കാലഘട്ടമാണ് എന്ന് പറയാണ്. മാത്രല്ല ജൂലാ ജൂൽത്തെ ഹൈ, ഊഞ്ഞാലാടും അല്ലെ, ജൂലാ ജൂൽത്തെ ഹൈ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഊഞ്ഞാലാടും അല്ലെ. കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഊഞ്ഞാലാടും അല്ലെ. ഒരു 30-35 വയസ്സായി ഊഞ്ഞാലാടുമ്പോൾ ഇയാൾക്ക് ഇതെന്താ സുഖല്ലേ അല്ലെ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ കുട്ടിക്കാലത്ത് ആടുന്ന അത്ര മനോഹരമാവൂല, വലിയതാകുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ സ്വതന്ത്രരായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ആടാം. പിന്നെ അതേപോലെ തെരാ തെരാ കേൽ കേൽത്തെ ഹൈ, വ്യത്യസ്ത തരത്തിലുള്ള കളികൾ കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. കേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളികളാണ്, കേൽത്തെ ഹൈ കളിക്കാൻ സാധിക്കും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള കളികൾ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ബച്പൻ മേ കോയി ഗം നഹി, കുട്ടിക്കാലത്ത് ഒരു ദുഃഖം ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് നമുക്ക് എന്താണ്, ദുഃഖം വളരെ കുറവാണ്. ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ദുഃഖമാണ് അല്ലേ. അപ്പൊ ദുഃഖം വളരെ കുറവാണ്, ദുഃഖമില്ല. നഹി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ദുഃഖമില്ല, എല്ലാവരും ഫ്രീ ആയിട്ട് അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കുട്ടിക്കാലത്ത്. അത് നമ്മൾ മുതിർന്ന ആളുകളാവുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടിക്കാലത്ത് നമുക്ക് ദുഃഖമില്ല എന്നുള്ളത് അല്ലേ. പിന്നെ നമുക്ക് മനസ്സിലാവും, യേ ബഡി ഖൂബ്സൂറത്ത് സമാന ഹേ, ഇത് വളരെയധികം ഭംഗിയുള്ള ഖൂബ്സൂറത്ത് സമാന കാലമായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നോട്ട് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. ബച്പൻ ഖുഷി കാ സമാന ഹേ, കുട്ടിക്കാലം സന്തോഷത്തിന്റെ കാലമാണ് അല്ലെ. സന്തോഷം, ഖുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. അതേപോലെ കളികളുടെ കാലമാണ്, കളികളുടെ കാലം അല്ലേ, അതാണ് കേൽ കാ സമാന, കളികളുടെ കാലം. ഖുഷി കാ സമാന, സന്തോഷത്തിന്റെ കാലം എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് മനസ്സിലാക്കിയില്ലേ? സെറ്റ് ആക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ എല്ലാ മക്കളും എഴുതൂലേ? യെസ്. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എഴുതുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അഗല ക്ലാസ് में नस्तार फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.